പ്രതികരണം നഷ്ടപ്പെട്ടവർ. ഗോത്ര സംസ്കാരത്തിൽ നിന്ന് നമുക്ക് മോചനം വേണ്ടേ? നാം പുരോഗമിക്കേണ്ടേ? താലിബാനെ പിന്തുണയ്ക്കുന്ന ഇന്ത്യയിലെ ഒരു വിഭാഗം ആളുകളോട് ഈ ചോദ്യം ചോദിച്ചത് മറ്റാരുമല്ല. പത്മശ്രീ, പത്മഭൂഷൺ, നാഷണൽ ഫിലിം അവാർഡുകൾ, വെനീസ് ഫിലിം ഫെസ്റ്റിവൽ അവാർഡ് തുടങ്ങിയവ നേടി ഇന്ത്യൻ സിനിമാ ചരിത്രത്തിൽ ഇടം നേടിയ ഇന്ത്യൻ സിനിമയിലെ അതികായൻ നസ്രുദ്ദീൻ ഷാ തന്നെയാണ്. ഈ നാട്ടിലെ മുസ്ലിം സഹോദരങ്ങൾക്ക് എന്നും ഇന്ത്യയുടേതായ ഒരു തനിമയുണ്ട്. അത് മുറുകെ പിടിച്ചാൽ ലോകമാസകലമുള്ള ഇസ്ലാമിൽ ഇന്ന് നിലവിലുള്ള ഗുരുതരമായ പ്രശ്നങ്ങൾക്ക് ഇന്ത്യൻ മുസ്ലിമുകൾക്ക് പരിഹാരം നൽകുവാൻ കഴിയുമെന്നും അദ്ദേഹം വിശ്വസിക്കുന്നു. ഇതേ ആശയം നേരത്തെ തുറന്നു പറഞ്ഞ ഒരാൾ കേരളത്തിലുമുണ്ട്. താലിബാൻ വിസ്മയത്തിനെതിരെ തുറന്നടിച്ച ഡോക്ടർ MK മുനീർ. ഇതിന്റെ പേരിൽ വധഭീഷണിയും നേരിട്ടു അദ്ദേഹം. താലിബാനെ പ്രകീർത്തിച്ച് മാധ്യമം ദിനപത്രത്തിൽ വന്ന തലക്കെട്ടിനെതിരെ പ്രതികരിച്ച VT ബൽറാമും നാടിന് ആശ്വാസമാണ്. തീവ്രവാദത്തിനെതിരെ ഇങ്ങനെ തുറന്നു പറയുവാൻ നമ്മുടെ നാട്ടിൽ ചുരുക്കം ചില വ്യക്തിത്വങ്ങൾ മാത്രമേ ഉള്ളൂ എന്നത് സാംസ്കാരിക കേരളത്തിന് നാണക്കേടാണ് എന്നതിൽ ഒട്ടും സംശയമില്ല. സമൂഹത്തെ തകർക്കുന്ന മതഭ്രാന്തിനും തീവ്രവാദത്തിനുമെതിരെ വിരൽ ചൂണ്ടാൻ എന്തുകൊണ്ടാണ് നമ്മുടെ ഭരണകൂടങ്ങൾ മടിക്കുന്നത്? ആരെയാണ് ഇവർ ഭയക്കുന്നത്? മുൻ DGP പറഞ്ഞ സ്ലീപ്പിംഗ് സെല്ലുകളെ പറ്റി ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ലെന്ന് പറഞ്ഞ ആഭ്യന്തര വകുപ്പ് കൂടി കൈകാര്യം ചെയ്യുന്ന ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രിയുടെ വാക്കുകൾ സാധാരണക്കാരനിൽ ജനിപ്പിക്കുന്ന ഭയം എത്രമാത്രമായിരിക്കും? ഭരണകൂടം ശ്രദ്ധിച്ചില്ലെങ്കിൽ പിന്നെ ആരാണ് ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടത്? എന്തുകൊണ്ടാണ് സാംസ്കാരിക നായകന്മാർ ഇവിടെ മൗനം അവലംബിക്കുന്നത്? സംസ്കാരമുള്ളവർ സാംസ്കാരിക പ്രവർത്തനങ്ങൾ ചെയ്യുമ്പോൾ അത് നാടിന് ഗുണം ചെയ്യും. എന്നാൽ സംസ്കാരമില്ലാത്തവർ ആ വേഷം കെട്ടുമ്പോൾ അത് നാടിൻ്റെ പൈതൃകത്തെ തന്നെ ബാധിക്കും. നമ്മുടെ നാട് നേരിടുന്നതും ഇതാണ്. ഈ നാട്ടിലെ മുഖ്യ സാംസ്കാരിക, രാഷ്ട്രീയ, മത, മാധ്യമ പ്രമുഖർ ഇപ്പോഴും മൗനത്തിലാണ് എന്നത് ഏറെ വേദനാജനകമാണ്. മതത്തിൻ്റെയും ആശയങ്ങളുടെയും പേരിൽ തമ്മിൽ തല്ലുന്ന ഒരു ജനത ഉടലെടുത്താൽ വരും തലമുറയ്ക്ക് അത് സ്വന്തം വ്യക്തിത്വത്തിൽ ഇവിടെ ജീവിക്കുവാൻ സാധിക്കുമോ എന്ന ചോദ്യം ഏറെ പ്രസക്തമാണ്. കാരണം അന്ധരും ബധിരരുമായവർ നയിക്കുന്ന ഒരു നാടായി മാറിക്കൊണ്ടിരിക്കുകയാണിവിടം. ഈ സാഹചര്യത്തിൽ നസ്രുദ്ദീൻ ഷായെയും VT ബൽറാമിനെയും പോലെയുള്ളവരുടെ വാക്കുകൾ പ്രതീക്ഷയുടെ നറുതിരി നാളങ്ങളാണ്.